തലസ്ഥാനത്ത് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കെ.പി.സി.സി ആസ്ഥാനത്തേക്ക് നടന്ന ബഹുജന മാർച്ചിനെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് തടഞ്ഞു. ഇതുകൂടാതെ വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസ് തടഞ്ഞതും തർക്കത്തിന് കാരണമായി. രാജ്യത്തെ ജനാധിപത്യം തകർക്കാനാണ് ഡൽഹിയിൽ രാഹുൽ ശ്രമിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം.എൽ.എ വ്യക്തമാക്കി. ബി.ജെ.പി എം.എൽ.എമാരായ വി മുരളീധരൻ, ബി ഗോപകുമാർ, മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, പാർട്ടി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കൂടുതൽ വിവരങ്ങളുമായി എം.എസ്. വീണ ചേരുന്നുണ്ട്. വീണ, ഡൽഹിയിൽ ഇന്ത്യ കലാപത്തിനെതിരെയാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോയത്. അപ്പോൾ അതിനെ അടിച്ചൊതുക്കാനുള്ള ശ്രമമാണ് കേരള പോലീസ് നടത്തുന്നതെന്നാണോ വീണ? തീർച്ചയായും പ്രജിത്ത്, അത്തരത്തിലുള്ളൊരു ശ്രമം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായെന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. മറ്റ് എം.എൽ.എമാരായ ബി ഗോപകുമാർ, വി മുരളീധരൻ, ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ, അതുപോലെ തന്നെ സംസ്ഥാന പാർട്ടി മറ്റ് ഭാരവാഹികളടക്കമുള്ളവർ ഈ ഒരു മാർച്ചിൽ അണിനിരന്നു എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ നിരവധി പ്രവർത്തകരാണ് ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തത്. മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കെ.പി.സി.സി ആസ്ഥാനം ലക്ഷ്യമാക്കി തന്നെയാണ് നീങ്ങിയത്. കെ.പി.സി.സി ആസ്ഥാനം എത്തുന്നതിന് മുമ്പ് തന്നെ മുൻവശത്ത് തന്നെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ തടയുന്നൊരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. 2 തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ ആ പ്രതിരോധ പ്രവർത്തനങ്ങളിലൊന്നും ബി.ജെ.പി പ്രവർത്തകർ തളർന്നു പോയില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോവുകയും ചെയ്തു. ഒപ്പം തന്നെ അതിൽ പോലീസുകാർ, അതായത് പുരുഷ പോലീസുകാർ മഹിളാ മോർച്ച പ്രവർത്തകരെ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുനിന്ന്. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ആക്രമണത്തിന് വനിതാ പ്രവർത്തകർ ഇരയായെന്നുള്ളതാണ്. തുടർന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം അതിനെതിരെയും ഉയർന്നു. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട ഒന്നിലേറെ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. നിരവധി പ്രവർത്തകർ തന്നെയാണ് ആ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തത്. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന കോൺഗ്രസിന്റെ നീക്കം, അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അത്തരത്തിലുള്ള കലാപ നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ബി.ജെ.പി സ്വീകരിച്ചത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിരവധി പ്രവർത്തകർ തന്നെയാണ് അണിനിരന്നത്. പോലീസ് പലതവണ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ ബി.ജെ.പി പ്രവർത്തകർക്ക് മുന്നിൽ പോലീസിന് അടിയറവ് പറയേണ്ടി വന്നു. ഒപ്പം തന്നെ വനിതാ പ്രവർത്തകരെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നിയമ നടപടി എടുക്കുന്നതുവരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അതിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും കരമന ജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. പ്രജിത്ത.